നിങ്ങൾക്ക് കോടീശ്വരനാവണോ? ഞാനൊരു സൂത്രപ്പണി പറഞ്ഞു തരട്ടോ. നിങ്ങൾ സേവ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് സേവ് ചെയ്യണം. അപ്പോൾ പൊതുവേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സേവ് ചെയ്തെല്ലാം അക്കൗണ്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് എന്തെങ്കിലും വാങ്ങാൻ തോന്നും, നമ്മൾ കൊണ്ടുപോയി വാങ്ങും. അതുപോലെ തന്നെ നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഹാബിറ്റൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് വലിയ വലിയ ഉയരങ്ങളിലെത്താൻ പറ്റും. ഉയരം നമ്മുടെ ട്രിവാൻഡ്രത്ത് ഉയരം എന്നാണ് പറയുന്നത്. അതിനായിട്ടൊരു ആപ്പുണ്ട്, ജാംചാസ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ iPhone 15 Pro Max എന്നാണ് എൻ്റെ ഗോള്. അതിനൊരു 1,50,000 രൂപ ഞാൻ പ്രൈസ് ഇട്ടു. എന്നിട്ട് ഈ ഒരു ഗോളിലേക്ക് ഞാൻ എത്ര രൂപ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു? ഞാനൊരു 5,000 രൂപ ആദ്യം അതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഗോളായിട്ട് ഒരു റൗണ്ടിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എത്രയാണ് അതിൻ്റെ എമൗണ്ട് എന്നും എത്ര ഇപ്പോൾ ഇട്ടിട്ടുണ്ടെന്നും എത്ര ഇനി നമുക്ക് ഉണ്ടാക്കണമെന്നുള്ളതും അതിനകത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ടെൻഡൻസി വരും. അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒരു 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു 200 രൂപയെങ്കിലും നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ മാറ്റി വയ്ക്കാനുള്ള ടെൻഡൻസി കൂടും. അത് സൈക്കോളജിയാണ്. ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളൊക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ വേറെ ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത ആപ്പിലേക്ക് പോവാം. ഷെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ഈ ആപ്പ് വേറെ കുറേ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്, മനസ്സിലായ? അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോർ പോലെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്തിട്ടുള്ള നല്ല കിടിലം, അതായത് ബെസ്റ്റ് ആപ്പ് സീരീസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ബെസ്റ്റ് ആപ്ലിക്കേഷൻ സീരീസ് പോലെ ആപ്പുകൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന സുന്ദരൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പല കാറ്റഗറിയിലുള്ളത് കിട്ടും. ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ അതിനകത്ത് എഴുതി നോക്കിയിട്ടുണ്ടായിരിക്കും, കോൺസും പ്രോസൊക്കെ എഴുതി നോക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞിരുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്കിപ്പോൾ പുതിയ കുറേ ആപ്ലിക്കേഷൻസ് കണ്ടുപിടിച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇതെടുക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കൂട്ടുകാർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോ ബോയ് ഫ്രണ്ടിനോ ഒക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസും മെസ്സേജുകളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലീസെന്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റീനെ കൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറയിപ്പിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എലോൺ മസ്കിനെ കൊണ്ട് ഐ ലവ് യു എന്നും ജസ്റ്റിൻ ബീബറിനെ കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നും അതേപോലെ തന്നെ പല ഫേമസ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടും, ഫോർ എക്സാമ്പിൾ BTSനെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേയും വിഷസും കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാനായിട്ട് പറ്റും. ഇത് AI ജനറേറ്റഡ് ആണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതാളെ കൊണ്ടാണോ പറയിപ്പിക്കേണ്ടത് അവരുടെ ജിഫ് സെലക്ട് ചെയ്യുക. ജിഫ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ടൊരു ഭാഗം വരും. അവിടെ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണോ അയക്കാനുള്ളത് അത് ടൈപ്പ് ചെയ്ത് വെക്കാം. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെലിബ്രിറ്റി നിങ്ങൾ എന്ത് മെസ്സേജാണോ ടൈപ്പ് ചെയ്തത് അത് അതേപോലെ പറയും. ഇതിനെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആപ്പിൽ നിന്ന് തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിന്നും ചെയ്ത് വെച്ചിട്ടുണ്ട്. QR സെർവ് എന്താണെന്നറിയാമോ? നിങ്ങൾക്കിപ്പോൾ ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം ഒരാൾക്ക്. ഒരു ചടങ്ങ് പരിപാടിയാണ്. ആൻഡ്രോയിഡ് ടു ഐഫോൺ ആവട്ടെ, ഐഫോൺ ടു ആൻഡ്രോയിഡ് ആവട്ടെ, എന്തോ ആവട്ടെ. ഇത് നിങ്ങൾക്ക് QR സെർവ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് എടുക്കുക. ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഫയലാണോ അയച്ചു കൊടുക്കാനുള്ളത് ആ ഫയൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു QR കോഡ് വരും. ഈ QR കോഡ് മറ്റേ ആർക്കാണോ വേണ്ടത് അവർ സ്കാൻ ചെയ്താൽ മതി. ഈസിയാണ്. എല്ലാം ഡൗൺലോഡ് ചെയ്ത് എത്ര പേർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ട്രൈ ചെയ്യുക. നോർമലി നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒരു ശോകം സ്റ്റൈലിലാണ്. അതിനൊന്ന് മാറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടി ഗൈ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. വേണ്ട നോട്ടി പറഞ്ഞപ്പോഴേ അവിടെ വാല് പൊക്കി. നോട്ടി ഗൈ ഈ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം കുറേ ചവർ പെർമിഷനുകളുണ്ട്. എല്ലാം വാരി പിടിച്ചാൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കളർഫുൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും. അതായത് നിങ്ങൾക്ക് പല രീതിയിൽ ഇത് കൊണ്ടുവരാം. നിങ്ങളുടെ ഫോണിൻ്റെ സെൻറ്ററിലാക്കാം, സൈഡിലാക്കാം, ലെഫ്റ്റ് സൈഡിലാക്കാം, റൈറ്റ് സൈഡിലാക്കാം, താഴെയാക്കാം, ഏത് സൈഡിൽ വേണമെങ്കിലും ആക്കി വയ്ക്കാം. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു വെള്ളം ഒഴുകുന്നത് പോലത്തെ ഒരു എഫക്റ്റിൽ വന്നിട്ട് പോകും. അത് കാണപ്പോൾ എന്തോ കാണപ്പോൾ ഒരു സുഖം. ഗൂഗിളിന് ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ഞാൻ ലിങ്ക് ഇട്ടിരിക്കാം. ഈ ആപ്പിൻ്റെ അകത്ത് ആർട്ട് മ്യൂസിയം, നാച്ചുറൽ ആൻഡ് ഹിസ്റ്ററി മ്യൂസിയം, സയൻസ് മ്യൂസിയം, ഹിസ്റ്ററി മ്യൂസിയം എന്നിങ്ങനെ കുറേ മ്യൂസിയംസ് ഉണ്ട്. അതായത് വിർച്വൽ മ്യൂസിയം. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലുള്ള വിർച്വൽ മ്യൂസിയത്തിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോളണ്ട് ആണെന്നുണ്ടെങ്കിൽ പോളണ്ട് മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ആണുള്ളത്, ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് കാണാൻ പറ്റും. അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാണും. ജസ്റ്റ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ നേടാൻ പറ്റും, അത്രയേ ഉള്ളൂ. നിങ്ങളൊരു വിവരമുള്ള മനുഷ്യനായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. ആപ്ലിക്കേഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് സെക്ഷനിലും കൂടി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കണ്ടുകൊടുത്തായിരിക്കും. ബൈ, താങ്ക് യു.